അമ്മൂമ്മയുടെ കുറെ കാര്യങ്ങൾ ഞാൻ കാനഡ പോകുന്നവരെ അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കിയത്. ഫാമിലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണല്ലോ. ഇപ്പോൾ മുത്തശ്ശി അഹാനക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ വീഡിയോ വന്നത് തൻവിയിലൂടെയാണ്. തൻവി ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. തന്റെ യൂട്യൂബ് ചാനൽ വളരാൻ സഹായിച്ചത് അശ്വിനും ഓസിയും കൂടിയാണെന്നും, കൂടാതെ താൻ കാനഡയിൽ പോകുന്നത് വരെ മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കിയത് താനാണെന്നും, പിന്നെ മുത്തശ്ശിനെ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തിരിച്ചു വന്നതാണെന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും മുത്തശ്ശി അഹാനക്കെതിരെ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പ് ഒന്ന് ഞാൻ കാഴ്ചവെപ്പിച്ചുതരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരു അമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എന്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാരും കേൾക്കട്ടെ നിന്റെ പാട്ട്. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി എടി. കേട്ടില്ലേ? പ്രായത്തെ പോലും ബഹുമാനിക്കാതെ എന്തൊരു മോശം മെസ്സേജുകളാണ് അവർക്ക് വന്നിരിക്കുന്നത്. കൂടാതെ മെസ്സേജ് അയച്ചിട്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. ഒരുമാതിരി മറ്റേ പരിപാടി തന്നെയല്ലേ കാണിക്കുന്നതെന്ന് നമുക്ക് ചുരുക്കി പറയേണ്ടി വരും. പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യം, എടി ബോഡി എന്നൊക്കെ അവരെ വിളിച്ചു. കൂടാതെ ഇവർക്ക് ഫ്രൂട്ട്സ് ഒന്നും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് അഹാന പറഞ്ഞു എന്നും പറഞ്ഞ് അവർ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ ചെറിയ ഭാഗവും കൂടി ഒന്ന് കേട്ടു നോക്കാം. അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് വന്നിട്ടുണ്ട്. അവന്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവന്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് അമ്മൂമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു. കേട്ടില്ലേ? തിന്നുന്ന സാധനം പോലും അവർക്ക് കൊടുക്കില്ലായിരുന്നു, എല്ലാം അപ്പൂപ്പന് മാത്രമെന്ന്. പക്ഷെ അപ്പൂപ്പൻ്റെ ഒരു നേച്ചർ വെച്ച് പുള്ളിക്കാര് പറഞ്ഞത് താൻ എന്തെങ്കിലും കഴിച്ചാൽ മാത്രമേ പുള്ളിക്കാരൻ കഴിക്കുള്ളൂ. അയാൾ കൊടുക്കുന്ന ആ സ്നേഹവും ബഹുമാനവും പോലും തന്നേക്കാൾ പകുതിയുടെ പകുതി പ്രായമുള്ള ഈ അഹാന കൊടുത്തില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊക്കെ വളർത്തുദോഷം എന്നേ പറയാൻ പറ്റുള്ളൂ. പണവും പ്രശസ്തിയും തലക്ക് പിടിച്ച് മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിക്കരുതല്ലോ. കൂടാതെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് തന്നെ അടിക്കാൻ ശ്രമിച്ചു എന്ന് വരെ പുള്ളിക്കാര് പറഞ്ഞു. കാലേ വീണ് മാപ്പ് പറഞ്ഞാലേ കല്യാണത്തിന് വിളിക്കൂ എന്നൊക്കെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതിന്റെ ചെറിയ ഭാഗവും കൂടി കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നെ അടിക്കാൻ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എന്റെ ദേഹത്ത് തൊട്ടാ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മ അങ്ങോട്ട് വരണമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇഷാനിയായിട്ടാണ് വരുന്നത്. കാരണം ഇഷാനിയൊക്കെ ഡീസന്റ് പിള്ളേരാ. ആ വീട്ടിലേക്ക് ഇഷാനി ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു. അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്, എന്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല, നീ എന്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എന്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല. എന്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാൻ കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിന്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട. 75 വയസ്സായി എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടെ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരികയില്ല മോനെ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. കേട്ടില്ലേ? എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് ആ പാവം സ്ത്രീയുടേത്. നമ്മൾ പ്രായമായ അച്ഛനമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി എന്നിവരിങ്ങനെ പന്ത് തട്ടുമ്പോൾ നാളെ നമ്മളെയും പന്ത് തട്ടുമെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കർമ്മ എന്നൊരു പദമുണ്ടല്ലോ. നീ ചെയ്ത പ്രവൃത്തി നാളെ നിന്നെ തന്നെ തിരിഞ്ഞു കൊത്തും. എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ പ്രശ്നം ഇത്രയും വഷളായി നാറിയതിനു ശേഷം അഹാന പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നതാണ്. നമുക്ക് അഹാനയുടെ വീഡിയോയും കൂടി കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പങ്കുവയ്ക്കാം. അമ്മുമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്ട് കട്ട് ആകുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2020. ഷീസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ. ഷീസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. പ്രായമാകുമ്പോൾ ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ വേണം മനസ്സിലാക്കി പെരുമാറാൻ. പ്രോബ്ലമാറ്റിക് തിങ് ഇൻ ഹർ ബിക്കേം റിയലി ബാഡ്. അപ്പൂപ്പൻ വയ്യാതായി കഴിഞ്ഞപ്പോൾ അപ്പൂപ്പൻ ഈ ഓഗസ്റ്റിൽ സ്ട്രോക്ക് വന്ന ശേഷം സെപ്റ്റംബറിൽ സർജറി കഴിഞ്ഞ ശേഷം ഹി ഓൾവേസ് നീഡഡ് ഹോം നഴ്സ്. അതില്ലാതെ അപ്പൂപ്പന് പറ്റില്ലായിരുന്നു. നമ്മളാണ് ഹോം നഴ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മൂമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. ഷീ ഹേറ്റഡ് ദ ഹോം നഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നഴ്സ് വരും, ഇവർ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഹോം നഴ്സസ് പോകും. ബിറ്റ്വീൻ സെപ്റ്റംബർ ടു മാർച്ച് ഒരു 15 ഹോം നഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ. അവസാനമൊക്കെ നമ്മൾ കാല് പിടിച്ച ഹോം നഴ്സുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ ലേഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഈ ഹോം നഴ്സ് അമ്മേനെ എന്നെ വിളിച്ച് മെസ്സേജും വോയിസ് നോട്ടും അയച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ബെഡ്റൂം ഹോം നഴ്സ് ബാത്റൂമിൽ കൊണ്ടുവന്നതുകൊണ്ട് അപ്പനെ ബെഡ്റൂമിൽ കിടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പനെ ഹോളിലാണ് കെട്ടിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ നമ്മളും പുള്ളിക്കാരിയായിട്ട് അടി ഉണ്ടാവത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവലെ അതൊക്കെ സമ്മതിച്ചു, ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. പക്ഷേ എടി ബോഡി എന്നുള്ള പ്രയോഗം, പിന്നെ കയ്യാങ്കളി, അതൊന്നും ഒട്ടും യോജിക്കാൻ കഴിയില്ല. എത്രയൊക്കെ പറഞ്ഞാലും പ്രായമായൊരു സ്ത്രീയല്ലേ, അത് നമ്മൾ ബഹുമാനിക്കണം. ഈ ഹോം നഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം അപ്പൂപ്പന് ബോധമില്ലാതെ കിടക്കുന്നു, മൂക്കിന്ന് ബ്ലഡ് വരുന്നു, മറ്റേ അമ്മയും ഞാനുമായിട്ട് അടിയായിട്ട് അമ്മ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ ആർ വി നോട്ട് സപ്പോസ് ടു ക്വസ്റ്റ്യൻ ഹർ? വി കോൾഡ് ഹർ ആൻഡ് ലൈക്ക്, വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾക്ക് അവരുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് സൈഡ് ഇരിക്കട്ടെ, ആ ചെറുക്കനോട് അകത്ത് വന്നൊന്ന് നോക്കാൻ പറ. കാരണം നമുക്ക് റെഡിയായി പോകാൻ ഒരു സമയം വേണ്ടേ. അപ്പം അന്ന് ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിന് കേട്ടില്ലേ? കൂടാതെ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്ന രീതിയിൽ സംസാരം മുത്തശ്ശിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. അതുകൊണ്ട്
താനും ബാക്കി ബന്ധുക്കളെല്ലാം മുത്തശ്ശിയായിട്ടുള്ള ബന്ധം കട്ട് ചെയ്തു. ഇങ്ങനെയുള്ള വ്യക്തിയായിട്ട് ബന്ധം പുലർത്തുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നാണ് അഹാന പറഞ്ഞത്. എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റിനോട് പറയാനുള്ളത്, പ്രായമാകുമ്പോൾ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ കൊച്ചുകുട്ടികളെയും കഷ്ടമായിരിക്കുമെന്ന് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ അതെല്ലാം മനസ്സിലാക്കി പെരുമാറുക. കാരണം നാളെ നമ്മളും പ്രായമാകുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറണമെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കണം എന്നില്ല. കാരണം ആ സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് ഒക്കെ വേറെ രീതിയിലായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.